പാർട്ടി എല്ലാ കാലത്തും എൻ്റെ അനുഭവ പരിചയം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും ഉപയോഗിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനും ശ്രീമാൻ സുധാകരൻ തമ്മിലുള്ള ബന്ധം അത് ദീർഘകാലത്തെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഉലച്ചിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് പരിഹരിക്കേണ്ട ഭാഗമായിട്ടാണ് മിനിഞ്ഞാന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വിളിച്ചു. വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞു. സമയം ഫിക്സ് ചെയ്തു. അദ്ദേഹം എന്നെ വന്നു കണ്ടു. അതാണ് കാര്യം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാലത്തും ഈ രാജ്യത്ത് ഏകാധിപത്യത്തിനായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഒരു വിട്ടുവീഴ്ചയും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 8 വർഷക്കാലത്തെ ദുർഭരണം അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിൽ ഞങ്ങളെല്ലാം തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എനിക്ക് ഒരു AICC പ്രസിഡന്റിനും എനിക്ക് കത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. എനിക്ക് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അത്രയും ബന്ധമുണ്ട്. ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലില്ല. അങ്ങനത്തെ ഒരു ഗതികേടൊന്നും എനിക്കില്ല. ഒരു കത്തയക്കേണ്ട ഗതികേടൊന്നും. ഞാൻ കത്ത് അയച്ചിട്ടുണ്ട് എങ്കിൽ കത്ത് അയച്ചു എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വാദവിവാദങ്ങളിലേക്കല്ല വേണ്ടത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യം അല്പമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ശാശ്വതമായി പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഐക്യത്തിൻ്റെ സന്ദേശം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും മനസ്സുകളിലേക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന 10,000-കണക്കായ ആളുകളുണ്ട് അവരുടെ ഹൃദയങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ആ സന്ദേശത്തിനപ്പുറം മറ്റൊരു സന്ദേശം കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് എന്നെ വിളിച്ചത് ദീപാദാസ് മുൻഷിയായിരുന്നു ആദ്യം. അവർ വിളിച്ചപ്പോൾ ഞാൻ ഇന്നബിലിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീമാൻ KC വേണുഗോപാൽ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യു ടേക്ക് എനി ഡിസിഷൻ. ആ ഡിസിഷനിൽ ഡെഫിനറ്റായിട്ടും ഞാനുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ. കോൺഗ്രസിൻ്റെ പോരാട്ടം ദ്വിമുഖമാണ്. ഒന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുക. മറ്റൊന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 8 വർഷക്കാലത്തുള്ള സർവാധിപത്യം അത് അവസാനിപ്പിക്കുക. ആ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഏതറ്റം വരെയും ഞാൻ മുന്നോട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ കുറച്ച് 2-3 വർഷക്കാലമായിട്ട് പ്രവർത്തന രംഗത്തില്ല എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ എൻ്റെ ഇറ്റിനറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 2-3 പരിപാടികൾ സംബന്ധിക്കാത്തൊരൊറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയരുത്. പിന്നെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ ഞാൻ കേരളം മുഴുവൻ പോകാറുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ ആദ്യവും അവസാനം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സിലാണ് ജനിച്ചത്. ഞാൻ കോൺഗ്രസ്സിൽ തന്നെയാണ് എൻ്റെ മരണം ഉണ്ടാവുക. അതിലപ്പുറമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മോഡാലിറ്റീസൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ ത്രെഡ്ബാറായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. വിൽ ഗോ ടുഗദർ. ഞാൻ മാത്രമല്ല എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായിട്ട് പോകും. കോൺഗ്രസ്സാണ് ഇവിടെ വേണ്ടത്. കോൺഗ്രസിനപ്പുറം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിൽ മാത്രം നിൽക്കേണ്ട പാർട്ടിയാണോ? ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഇല്ല. ഇന്ത്യ എന്ന ആശയം തന്നെ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ രാജ്യം തകർന്നില്ലേ? അതെ, എനി ടൈം ഐ ക്യാൻ ഗോ ടു ദ KPCC ഓഫീസ്. ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നോട് ചില കാര്യങ്ങളൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ എന്നും സ്നേഹിക്കുന്ന ആളുടെ രൂപത്തിൽ ആ പാർട്ടിക്ക് വേണ്ടി എല്ലാ നീരസം എനിക്കില്ലല്ലോ. എനിക്ക് അഭിപ്രായങ്ങളാണുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോഴും അഭിപ്രായങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത്. അഭിപ്രായങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ എടുത്ത അഭിപ്രായം വളരെ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ലേ? അതെ, തീർച്ചയായിട്ടും മാറി. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയതിനെ കുറിച്ചിട്ട് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ തന്നെ റിഗ്രറ്റ് പറഞ്ഞില്ലേ? അതിലപ്പുറം എന്താ ഉള്ളത്? ഒരിക്കലല്ല, അങ്ങനെയൊന്നുമല്ല. തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ പറയും. അല്ലാതെ പാർട്ടിയിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെച്ചിട്ട് ഈ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല ഞാൻ. അതല്ല എൻ്റെ രാഷ്ട്രീയ ശൈലിയും എൻ്റെ രാഷ്ട്രീയ സംസ്കാരവും.